മുൻപുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വയനാട് മത്സരിച്ച രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വളരെ സജീവമായി പങ്കെടുത്തിരുന്നു. കേരളത്തിൽ ഒന്നടങ്കം രാഹുൽ തരംഗം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോൾ പ്രചാരണ രംഗത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നിരവധി വിമർശനങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. വേണ്ട വിഷയങ്ങളിൽ ഒന്നും തന്നെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായ വിഷയങ്ങളിൽ ഒന്നും തന്നെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നത് ഒരു ചോദ്യമാണ്. പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടുത്താത്തതിനെ കുറിച്ച് രാഹുൽ ഗാന്ധി മൗനം തുടരുകയാണ്. CAA റദ്ദാക്കുമെന്ന് പറയാൻ കോഴിക്കോട് റാലിയിലും രാഹുൽ ഗാന്ധി തയ്യാറായില്ല എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. വേദിയിൽ നിന്ന് ലഭിച്ച കുറിപ്പിന് പിന്നാലെ പൗരത്വത്തിന് മതത്തിന്റെ വേർതിരിവ് ഉണ്ടാകില്ലെന്ന് മാത്രമായിരുന്നു രാഹുൽ ഗാന്ധി പരാമർശിച്ചത്. ഇത് ജനങ്ങൾക്കിടയിൽ അതൃപ്തി സൃഷ്ടിച്ചിട്ടുണ്ട്. നിലപാട് വ്യക്തമാക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകാത്തത് തന്നെയാണ് അതിന് കാരണം. അതുപോലെ കോഴിക്കോട്ടെ റാലിയിലും കോൺഗ്രസ് മുസ്ലിം ലീഗ് കൊടികൾ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. കേരളത്തെ പുകഴ്ത്തിയായിരുന്നു ഉദ്ഘാടന പ്രസംഗം. ഇലക്ട്രൽ ബോണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ കൊള്ള എന്നൊക്കെ രാഹുൽ അന്ന് പറഞ്ഞിരുന്നു. ഇലക്ട്രൽ ബോണ്ട് വഴി BJP വൻ തുക സ്വന്തമാക്കി, BJPക്ക് ബോണ്ട് നൽകിയവർക്ക് വലിയ കരാറുകൾ ലഭിച്ചതുമൊക്കെ രാഹുൽ ഗാന്ധി അപ്പോൾ വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിന് ലഭിച്ച ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് രാഹുൽ ഗാന്ധി മൗനം പാലിക്കുകയായിരുന്നു. കോൺഗ്രസ് പ്രകടന പത്രികയെക്കുറിച്ചും രാഹുൽ ഗാന്ധി വാതോരാതെ സംസാരിക്കുകയുണ്ടായി. എന്നാൽ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടുത്താത്തതിനെ കുറിച്ച് വിശദീകരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ ന്യായീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നിലവിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ കോൺഗ്രസിന്റെയോ രാഹുൽ ഗാന്ധിയുടെയോ നിലപാട് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. CAA വിഷയത്തിൽ കോൺഗ്രസ് നിലപാടിൽ പ്രതിസന്ധിയിലായ മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ അടക്കമുള്ള ലീഗ് നേതാക്കളും മലപ്പുറം പൊന്നാനി സ്ഥാനാർത്ഥികളും കോഴിക്കോട്ടെ വേദിയിൽ അന്നുണ്ടായിരുന്നു. കൊടികൾ പൂർണ്ണമായും ഉപേക്ഷിച്ചാണ് രാഹുൽ ഗാന്ധി പങ്കെടുത്ത UDFന്റെ കോഴിക്കോട് റാലിയും നടന്നത്. കൊടികൾ ഒഴിവാക്കിക്കൊണ്ട് മുൻപും UDFന്റെ റോഡ് ഷോ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കൊടികൾ ഒഴിവാക്കിയാണ് രാഹുൽ ഗാന്ധിയുടെ കൽപ്പറ്റയിലെ റോഡ് ഷോയും നടത്തിയത്. മുസ്ലിം ലീഗ് കൊടികൾ ഒഴിവാക്കണമെന്ന് കഴിഞ്ഞ തവണ കോൺഗ്രസ് നിർദ്ദേശം നൽകിയത് വലിയ വിവാദമായിരുന്നു. മുസ്ലിം ലീഗ് കൊടികൾ ഉപയോഗിച്ചത് ഉത്തരേന്ത്യയിൽ തിരിച്ചടിയായെന്ന് കോൺഗ്രസിൽ അഭിപ്രായമുണ്ടായിരുന്നു. ചിഹ്നമുള്ള കൊടികൾ മാത്രം പ്രചാരണത്തിൽ മതിയെന്ന് നിർദ്ദേശം നൽകിയത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ്. അതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധിയുടെ കൽപ്പറ്റയിലെ റോഡ് ഷോയിൽ നിന്നും കൊടികൾ ഒഴിവാക്കിയത്. കൊടികൾ ഒഴിവാക്കിയതിൽ ലീഗിൽ അതൃപ്തി ഉണ്ടെന്നുള്ളത് ഒരു വാസ്തവമാണ്. പല കാര്യങ്ങളിലും ലീഗും UDFും തമ്മിൽ സ്വരച്ചർച്ചയിലല്ല മുൻപോട്ട് പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ പിന്തുണയില്ലാതെ കോൺഗ്രസിന് മുൻപോട്ട് പോകാൻ ആകില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ലീഗിന് അതൃപ്തി ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. മുസ്ലിം ലീഗിന്റെ പച്ച പതാക വയനാട്ടിൽ തൽക്കാലം വേണ്ട എന്ന് കോൺഗ്രസ് തന്നെ പറയുമ്പോൾ അത് കേട്ട് മൗനം പാലിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും. ഇന്ത്യൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചതു മുതൽ പച്ച പതാക അഭിമാനത്തോടെയാണ് നെഞ്ചേറ്റിയതെന്ന് പറഞ്ഞത് ലീഗ് നേതാവ് KPA മജീദും ഉയർത്തിപ്പിടിക്കേണ്ടിടത്ത് ഹരിത പതാക ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് PK ഫിറോസുമാണ്. എന്നാൽ വർഗീയ സംഘടനയായ SDPIയുടെ വോട്ടിന് മുന്നിൽ മൗനം പാലിക്കുന്ന രാഹുൽ ഗാന്ധിയും മറ്റ് കോൺഗ്രസ് നേതാക്കളും പതിവ് പോലെ ലീഗ് പതാകയെ ഇത്തവണയും മാറ്റി നിർത്തുകയായിരുന്നു. റോഡ് ഷോയ്ക്ക് എത്തിയ ലീഗുകാർക്ക് അതൃപ്തി തോന്നാതിരിക്കാനായിരുന്നു ലീഗ് കൊടികൾക്കൊപ്പം കോൺഗ്രസിന്റെയും കൊടി ഒഴിവാക്കിയത്. കോൺഗ്രസ് ഇങ്ങനെ ഔദാര്യം പോലെയാണ് ലീഗിനോട് പെരുമാറുന്നത്. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ നിന്ന് ലീഗിന്റെ പച്ച പതാക ഒഴിവാക്കണമെന്ന കോൺഗ്രസിന്റെ വാശിക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്ന മുസ്ലിം ലീഗ് സ്വന്തം പാർട്ടിയുടെ നിലപാടില്ലായ്മയാണ് വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് ലീഗ് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു പാർട്ടിയും ഇന്നേ വരെ നേരിടേണ്ടി വരാത്ത പ്രതിസന്ധിയാണിതെന്നും നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. മുസ്ലിം ലീഗ് കൊടികൾ ഉപയോഗിച്ചത് ഉത്തരേന്ത്യയിൽ തിരിച്ചടിയായെന്ന അഭിപ്രായമായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് ഉള്ളത്. ലീഗിന്റെ കൊടി പാകിസ്ഥാന്റെ പതാക എന്ന തരത്തിൽ പ്രചരണം നടത്തിയെന്നായിരുന്നു വിലയിരുത്തൽ. തുടർന്ന്
കഴിഞ്ഞ തവണ ലീഗ് കൊടികൾ ഒഴിവാക്കാൻ കോൺഗ്രസ് നിർദ്ദേശം നൽകിയത് വിവാദവുമായിരുന്നു. എന്നാൽ കോൺഗ്രസിന് വേണ്ടി ലീഗുകാർ അതെല്ലാം തന്നെ മറന്നു. രാഹുൽ ഗാന്ധി ജയിച്ച് പ്രധാനമന്ത്രിയാകുമ്പോൾ തങ്ങളുടെ കൊടിക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നായിരിക്കാം അവരുടെ വിശ്വാസം. ലീഗ് പ്രവർത്തകർക്ക് പച്ച ഫ്ലാഗ് വലിയ ആവേശമായിരിക്കും. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി നമ്മുടെ കൊടി പുറത്തെടുക്കാതെ വെക്കണമെന്നായിരുന്നു വയനാട്ടിലെ നേതൃത്വം അണികളോടന്ന് പറഞ്ഞത്. എന്നാൽ കോൺഗ്രസ് ലീഗിനോട് കാണിക്കുന്ന അപമാനം തുടർന്നിട്ടും ലീഗ് നേതൃത്വത്തിന് പ്രതികരിക്കാൻ കഴിയുന്നില്ല. രാഹുൽ ഗാന്ധി പിന്നീട് വന്ന് കാട്ടിക്കൂട്ടിയ റോഡ് ഷോയിലെല്ലാം തന്നെ ലീഗ് കൊടിക്ക് വിലക്ക് തന്നെയായിരുന്നു. പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയ ലീഗ് പ്രവർത്തകർ കൊടി ഒളിപ്പിച്ചു വെച്ച് പോകുന്നതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അഭിമാനബോധമുള്ള പ്രവർത്തകർ പക്ഷേ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും രാഹുൽ ഗാന്ധി പതിവ് രീതികൾ തന്നെ ആവർത്തിച്ചു. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ ലീഗ് കൂടി വേണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞു. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് അധികം ചോദിച്ച് കിട്ടാതെ നിരാശപ്പെട്ട ലീഗ് നേതൃത്വമാകട്ടെ എല്ലാവരുടെയും പതാക ഒഴിവാക്കിയല്ലോ എന്ന് ആശ്വസിക്കുകയാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാഹുൽ ഗാന്ധി പല രാഷ്ട്രീയ പ്രശ്നങ്ങളിലും പ്രതികരിക്കാതെ മൗനം തുടരുകയാണ്.